മഹാമാരികൾ കുറച്ച് വർഷമായി കേരളത്തിൽ വരുന്നുണ്ട്. ഏറെ ദുഃഖത്തോടെ നമ്മളതിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അവർക്ക് വേണ്ടി ചാരിറ്റികൾ ചെയ്യാറുണ്ട്. പറ്റാവുന്ന രീതിയിലൊക്കെ എല്ലാവരും ഇടപെടാറുണ്ട്. മലയാളികളുടെ മനസ്സിൻ്റെ ആർദ്രത ലോകമെമ്പാടും അറിഞ്ഞ നിമിഷങ്ങളാണ് അതൊക്കെ. അതിൻ്റെ ഇടയിൽ ഒരു അപശബ്ദം എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രളയം വന്നു, ദൈവം എവിടെ? കോവിഡ് വന്നു, സഹായിക്കാൻ ദൈവം വന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവമില്ലല്ലോ എന്ന നിരീശ്വരരുടെ മുറവിളികളാണ്. ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നൊരു കഥയുണ്ട്. സ്കൂളിൽ രാജൻ എന്ന പേരിലൊരു മാഷുണ്ട്. രാജൻ മാഷിനെ ഇഷ്ടമുള്ള കുട്ടികളുമുണ്ട്, ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ രാജൻ മാഷിനെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, മദ്യപാനിയായ രാജൻ മാഷിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒപ്പം നിൽക്കുമല്ലോ, കാരണം മദ്യപാനിയായൊരു മാഷിനെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാജമാഷ് മദ്യപാനിയല്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന രാജമാഷിനെ സ്നേഹിക്കുന്ന കുട്ടികൾ, അയ്യോ മദ്യപാനിയായ രാജമാഷിന് ഇഷ്ടമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അത് പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകും നിൽക്കുകയാണ്. അപ്പോൾ അതിലുള്ള കുട്ടികൾ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് രാജൻ മാഷ് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങളുടെ രാജൻ മാഷ് നിങ്ങൾ പറയുന്ന പോലെ മദ്യപാനിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് മദ്യപാനിയായ രാജൻ മാഷിയാണ് ഇഷ്ടമല്ലാത്തത്. അങ്ങനെയാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് കൂട്ടരും പറയുന്ന ഒന്നല്ലേ? രണ്ട് കൂട്ടരും തമ്മിൽ തർക്കമില്ലല്ലോ. ഇവർ ഇഷ്ടമില്ലെന്ന് പറയുന്ന മദ്യപാനിയായ മാഷ ഈ കുട്ടികൾക്കും ഇഷ്ടമല്ല, പക്ഷേ ആക്ച്വലി അദ്ദേഹം മദ്യപാനിയല്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. എന്നതുപോലെ നിരീശ്വരവാദികൾ നിഷേധിക്കുന്ന ദൈവത്തെ ഒരുപക്ഷെ വിശ്വാസികൾ നിഷേധിക്കുന്നുണ്ടാകും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ നിഷേധിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ അല്ല എന്നുള്ളതാണ്. അവർ നിഷേധിക്കുന്നത് ദുരിതമുണ്ടാകുമ്പോൾ അവിടെ പറന്നു വന്ന ആകാശഭൂമിയുടെ അപ്പുറത്തുനിന്ന് പറന്നു വന്ന ജനങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തെയാണ്. അവർ നിഷേധിക്കുന്നത് ഭൂമിയിൽ ഒരു ദുരിതവും സംഭവിപ്പിക്കാതെ എങ്ങനെയെങ്കിലും സ്വാഭാവികമായി ദുരിതം സംഭവിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന, അതിൽ വിജയിക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ദൈവത്തെ അവർ കാണുന്നില്ല, അതുകൊണ്ടാണ് ദൈവത്തെ അവർ നിഷേധിക്കുന്നത്. അങ്ങനെയൊരു ദൈവത്തെ വിശ്വാസികളും സത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം വിശ്വാസികൾക്കറിയാം ദൈവം എന്താണ് ദുരന്തം, എന്തുകൊണ്ടാണത് സംഭവിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ നിരീശ്വരവാദികളുടെ ഈ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ അവർ നിഷേധിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ദൈവമാണ്, സൃഷ്ടിക്കപ്പെട്ട ദൈവമാണ്. സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെ വിശ്വാസികളും വിശ്വസിക്കുന്നില്ലല്ലോ. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ദ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിന് എതിരെ വന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറഞ്ഞാൽ, ഡോക്കിൻസ് നിഷേധിക്കുന്നത് ക്രിയേറ്റഡ് ഗോഡിനെയാണ്. ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തെ സൃഷ്ടിച്ചതാര്? ദൈവമാണ് എല്ലാത്തിനെയും ഡിസൈൻ ചെയ്തതെങ്കിൽ ദൈവത്തെ ഡിസൈൻ ചെയ്തതാര് എന്ന ചോദ്യം അരസികമായി ആവർത്തിക്കുകയാണ് ഡോക്കിൻസ് തൻ്റെ പുസ്തകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റഡായ ഗോഡിനെയാണ്, അല്ലെങ്കിൽ ഡിസൈൻഡായ ഗോഡിനെയാണ് ഡോക്കിൻസ് നിഷേധിക്കുന്നത്. ഡിസൈൻഡായ ക്രിയേറ്റഡായ ഗോഡിനെ വിശ്വാസികളും നിഷേധിക്കുന്നുണ്ട്. വിശ്വാസികൾ വിശ്വസിക്കുന്നത് ക്രിയേറ്ററായ, അതുപോലെ അൺക്രിയേറ്റഡായ ഒരു ഗോഡിനെയാണ്. അപ്പോൾ ആമുഖം ഒഴിവാക്കി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ, കോവിഡ് വന്നു, പ്രളയം വന്നു, ഇപ്പോൾ ഉരുൾപൊട്ടൽ അതിഭീകരമായ രീതിയിൽ നാശം വിതച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ വേദന സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അള്ളാഹു ആ പ്രയാസത്തിൽ മരണപ്പെട്ടു പോയവർക്ക് പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിൽ അകപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിജീവിച്ച ആളുകൾക്ക് പെട്ടെന്ന് ശമനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയെ ഇവർ പരിഹസിക്കുന്നു. ഈ പ്രളയവും ഇതൊക്കെ വരുന്ന സമയത്ത് വിശ്വാസികളും പൊതുവിൽ സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവർ ചാരിറ്റി, അവർ പണം സമാഹരിക്കും, എന്നിട്ട് ആളുകൾക്ക് അത് ദാനം ചെയ്യും. അവർ ചാരിറ്റി ചെയ്യുന്നത് പോലെ വോളണ്ടിയറായിട്ട് സേവന രംഗത്തുണ്ടാകും. എന്നാൽ ഈ വിമർശകർ ചെയ്യുന്ന ഒരേ ഒരു പണി എന്താ? അവർ മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ എന്ന ഫ്ലക്സ് ബോർഡും വെച്ചുകൊണ്ട് 50 കുട്ടികൾക്കോ 100 കുട്ടികൾക്കോ നോട്ട്ബുക്കുകളും നിറച്ചൊരു വാഹനവുമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കും. ഇതാണ് ഇവർ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് വിശ്വാസം കുറവുള്ള മനുഷ്യർ വരെ ആശ്രയം കണ്ടെത്തുന്നത് ദൈവത്തിലാണ്, പ്രാർത്ഥനയിലാണ്, ആരാധനയിലാണ്. ആ സമയത്ത് അവർക്ക് ദൈവവിശ്വാസം നൽകുന്ന പ്രതീക്ഷ, ധൈര്യം എന്ന് പറയുന്നത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ സമയത്ത് ഇവരുടെ മുമ്പിലൂടെ ഇങ്ങനെ മതം ഉപേക്ഷിക്കൂ, മനുഷ്യനാകൂ, പ്രാർത്ഥന കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞ് ഉള്ള ആശ്രയം ഇല്ലാതാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇവരുടെ തന്നെ ഒരു ധാർമ്മിക മാനദണ്ഡമുണ്ട്. എന്താണെന്നറിയോ? പെയിൻ ആൻഡ് പ്ലഷർ തിയറി. മനുഷ്യൻ എന്താണോ സുഖം നൽകുന്നത് അതൊക്കെ ചെയ്യാം, അതൊക്കെ നല്ല കാര്യമാണ് എന്നതാണ്. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യന് പ്രാർത്ഥന സുഖം നൽകുന്നുണ്ടെങ്കിൽ അവനത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്നല്ലേ ഒരു മാനവികവാദിയായ നിരീശ്വരവാദി കരുതേണ്ടത്? അങ്ങനെയുള്ളവർ ഉണ്ട് ഒരുപാട്. പക്ഷേ എല്ലാത്തിൻ്റെ ഇടയിലും ഉള്ളതുപോലെ പുഴുക്കുത്തുകൾ ഇവിടെയുമുണ്ട്. ഇവർ ചോദിക്കുകയാണ്, ഇവർ ആ സമയത്ത് പ്രാർത്ഥനയിൽ അഭയം തേടുന്ന മനുഷ്യനെ
പരിഹസിക്കുകയാണ്, അവൻ്റെ അഭയം, ആകെയുള്ള ആശ്രയം കൂടി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ മഴ പെയ്യാതിരുന്നപ്പോൾ, അത് അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. ആ സമയത്ത് മഴയ്ക്ക് വേണ്ടി പള്ളികളിലും മറ്റുമൊക്കെ പ്രാർത്ഥനകളുണ്ടായപ്പോൾ ഇവർ പരിഹസിച്ചു. എന്താണ് എത്ര മനുഷ്യത്വ വിരുദ്ധമാണത്? കാരണം മുഴുവൻ ജനങ്ങൾക്കും ഉപകാരം കിട്ടട്ടെ എന്ന് ഒരു വിശ്വാസി ആഗ്രഹിക്കുകയാണല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? പ്രാർത്ഥന കൊണ്ട് ഫലമില്ലെന്ന അവരുടെ വിശ്വാസം അവർ കൊണ്ട് നടന്നോട്ടെ. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസി മുഴുവൻ മനുഷ്യർക്കും ഒരു നന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനെ അഭിനന്ദിക്കുകയല്ലേ സത്യത്തിലൊരു മനുഷ്യസ്നേഹി ചെയ്യേണ്ടത്? ഇനി വിശ്വാസികളെ നമുക്ക് അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ഈ സംശയം എങ്ങനെ വരും? ശരിയാണല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചല്ലോ പ്രളയമുണ്ടായപ്പോൾ അപകടം കുറയ്ക്കണേ, അപകടം ഉണ്ടാക്കല്ലേ എന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത്? വിശ്വാസിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ഈ ദുരന്തം സംഭവിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ്, ദൈവം തന്നെയാണ്. ഇവർ തെറ്റിദ്ധരിച്ചതുപോലെ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ തനിയെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പിശാച് കൊണ്ടുവരികയോ ചെയ്യുകയും ദൈവം അവിടെ രക്ഷകൻ്റെ റോളിൽ രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകൻ്റെ റോളിലേക്ക് മാത്രം ദൈവം പരിമിതപ്പെടുകയാണ് ഇവരുടെ മനസ്സിൽ. അതാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ നിഷേധിക്കുന്ന ദൈവത്തെ ഒരുപക്ഷെ ഞങ്ങൾ നിഷേധിക്കുന്നുണ്ടാവും. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒമ്നി ബെനവലൻ്റ് മാത്രമായ ദൈവത്തെ അല്ല, മറിച്ച് ശിക്ഷിക്കുന്നതും ദൈവം തന്നെയാണ്, രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ദൈവം തന്നെയാണ്. അള്ളാഹുവിൻ്റെ തന്നെ മനോഹരമായ നാമങ്ങളിലുണ്ട് ലാറുൻ നാഫിയോൻ. പ്രയാസം നൽകുന്നതും അവൻ തന്നെ, ഉപകാരം നൽകുന്നതും ഉപദ്രവം നൽകുന്നതും അവൻ തന്നെ, രോഗം നൽകുന്നതും അവൻ തന്നെ, ശമനം നൽകുന്നതും അവൻ തന്നെ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അതൊരു ചോദ്യമാണല്ലോ. വൈ ഹി ഡസ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരമുണ്ട്, ചോദിച്ച ഉത്തരമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അള്ളാഹു ചെയ്യുന്നത്? അതിനൊരു ലക്ഷ്യമുണ്ട്. അത് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യനെന്ന സവിശേഷനായ സൃഷ്ടിയെ പരീക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സ്വർണം, ആ സ്വർണം വ്യാജനാണോ ഒറിജിനലാണോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്ത് നോക്കേണ്ടി വരും? ആ സ്വർണം തീയിൽ ഊതിക്കാച്ചി ചിലപ്പോൾ നോക്കേണ്ടി വരും. അതല്ലാത്ത ടെക്നോളജി ഉപയോഗിക്കാം, അത് നമ്മുടെ ഫ്രീഡാണ്, ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ പ്യൂരിറ്റി അറിയണമെങ്കിൽ തീ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഭവമാണ്. അപ്പോൾ ഇസ്ലാമിക ലോകവീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കേവലം ദുനിയാവ് മാത്രമുള്ള, ഇഹലോകം മാത്രമുള്ള ഒരു ലോകവീക്ഷണത്തിലല്ല, മറിച്ച് ഇഹലോകമുണ്ട്, ശേഷം ഒരു അനന്തമായ പരലോകമുണ്ട്. ആ പരലോകത്തിൻ്റെ വിജയപരാജയം തീരുമാനിക്കാനുള്ള ലോകമാണ് ഇഹലോകം എന്നതാണ് ഇസ്ലാമിക വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജീവിതത്തിൻ്റെ അർത്ഥം പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാരണം ജനങ്ങളുടെ വിചാരം പ്രയാസം മാത്രമാണ് പരീക്ഷണം എന്നാണ്, പ്രതിസന്ധി മാത്രമാണ്, സഫറിങ്സ് മാത്രമാണ് പരീക്ഷണം എന്നാണ്. സഫറിങ്സ് മാത്രമല്ല, ബ്ലെസ്സിങ്സ് ആർ ഓൾസോ ടെസ്റ്റ്സ്. അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ പ്രയാസമായിരിക്കും, ഒന്നുകിൽ സുഖം നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ വേദന നൽകുന്നതായിരിക്കും. രണ്ടും ഒരുപോലെ പരീക്ഷണമാണ്. അനുഗ്രഹം നൽകപ്പെടുന്ന വ്യക്തി പരീക്ഷിക്കപ്പെടുകയാണ്. നീ അഹങ്കരിക്കുകയാണോ അതോ അള്ളാഹുവിന് നന്ദി ചെയ്യുകയാണോ? അഹങ്കരിക്കുകയാണെങ്കിൽ നീ ചെയ്ത തിന്മ, അള്ളാഹുവിന് നന്ദി ചെയ്യുകയാണെങ്കിൽ നീ ചെയ്തത് നന്മ. പ്രയാസം ജീവിതത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസി പരീക്ഷിക്കപ്പെടുകയാണ്. നീ ക്ഷമിക്കുകയാണോ അള്ളാഹുവിനെ ശപിക്കുകയാണോ? ക്ഷമിക്കുകയാണെങ്കിൽ നന്മ, ശപിക്കുകയാണെങ്കിൽ തിന്മ. അപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രയാസവും അനുഗ്രഹവും എല്ലാം പരീക്ഷണങ്ങളാണ്. അതിനെങ്ങനെയാണ് ഒരു വിശ്വാസി നേരിടുന്നത് എന്നതിനനുസരിച്ചാണ് അവൻ്റെ വിജയപരാജയം തീരുമാനിക്കപ്പെടുന്നത്. ഇഹലോകം ഒരു ചാപം പോലെയാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ് ചാപം എന്ന് പറയുന്നത്, ആർക്ക്. അതാണ് ഇഹലോകം. അതിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് പൂർണ്ണവൃത്തമാകുന്നത് പരലോകം കൂടി ചേരുമ്പോഴാണ്. അതിൻ്റെ ബാക്കി അവിടെയാണുള്ളത്. അപ്പോൾ 360 ആയി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഹംസ സോഴ്സസിൻ്റെ ഒരു വാചകമുണ്ട്, ഗോഡ് ഹാസ് ദ പിക്ചർ ആൻഡ് വി മിയർലി ഹാവ് ഇറ്റ്സ് പിക്സൽ. അള്ളാഹുവിൻ്റെ പക്കൽ ദൈവസമക്ഷം ചിത്രം മൊത്തമുണ്ട്, നമ്മുടെ പക്കൽ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളത്. ആ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അപൂർണതകൾ കാണുന്നുണ്ട്. ഒരു ചിത്രം, അയ്യോ ഇത് കണ്ണ് മാത്രമല്ലേ ഉള്ളൂ, ചെവി കാണുന്നില്ലല്ലോ, നമുക്കത് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ദൈവസമക്ഷം ചിത്രം മൊത്തമുണ്ട്. അത് മൊത്തം കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നുകയുമില്ല. അപ്പോൾ മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇതെല്ലാം വരും. ഇത് പരീക്ഷണമായി വരും, ചില ആളുകൾക്ക് അനുഗ്രഹമായി വരും. എങ്ങനെ? അവർ ആ പ്രയാസത്തിലകപ്പെട്ട് മൃത്യു വരിക്കുന്നതോടുകൂടി ഷഹാദത്തിൻ്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുന്ന, രക്തസാക്ഷിത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അവസ്ഥകൾ വരെ ഇസ്ലാമിക ലോകവീക്ഷണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രകൃതിയെ മലിനപ്പെടുത്തരുത്, പ്രകൃതിയുടെ അവസ്ഥ ഇല്ലാതാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് ഇസ്ലാമിക വീക്ഷണം ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ഇതിനൊക്കെ കൃത്യമായ ഉത്തരമുണ്ട്. ഇതൊന്നും വ്യർത്ഥമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരീശ്വരവാദികളുടെ ലോകവീക്ഷണം എത്ര ഇടുങ്ങിയതാണ്.
ഇപ്പോൾ ഈ പ്രളയം വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും വരുമല്ലോ, അള്ളാഹു കാക്കട്ടെ. അസുഖങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും വരുമല്ലോ. വിശ്വാസിയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ വന്ന ഈ അസുഖം അല്ലെങ്കിൽ ഈ പ്രയാസം, ഈ മഹാമാരി, ഈ പ്രളയം, ഇത് വ്യർത്ഥമല്ല. ഇറ്റ്സ് നോട്ട് മീനിങ്ലെസ്, ഇറ്റ് ഹാസ് എ മീനിങ്, ഇറ്റ്സ് എ ടെസ്റ്റ് ആൻഡ് ഐ ഷുഡ് ബി പേഷ്യൻറ്റ്. അവന് ഉത്തരമുണ്ട്. നിരീശ്വരവാദിയാണെങ്കിലോ, എൻ്റെ ശരീരത്തിൽ ചില റാൻഡം മ്യൂട്ടേഷൻസ് നടന്നുകൊണ്ട് എനിക്ക് ക്യാൻസറായി. ഇറ്റ് ഹാസ് നോ മീനിങ് ആൻഡ് ഐ എം ഗോയിങ് ടു എ ഡെസ്റ്റിനി വിച്ച് ഇസ് ഡെത്ത്. മരണമെന്ന ഒരു പര്യവസാനിയിലേക്ക് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. തീരാവേദനയാണ്, മാറാരോഗമാണ്, എങ്കിൽ പിന്നെ എന്തു ചെയ്യാം? സൂസൈഡ് ചെയ്യാം, അസിസ്റ്റഡ് ഡെത്ത്. നിരീശ്വരവാദികളായ ഡോക്ടർമാർ അസിസ്റ്റഡ് ഡെത്ത് അനുവദിക്കപ്പെട്ട രാജ്യങ്ങളിൽ അതിന് ശുപാർശ ചെയ്യുന്നത് കൂടുതലാണ് എന്ന് പഠനങ്ങളുണ്ട്. കാരണം അവർ സത്യസന്ധരാണ്. കാരണം ഈ ലോകത്തോട് അവസാനിക്കുന്ന അബദ്ധമായൊരു ലോകവീക്ഷണമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത്, മനുഷ്യരെല്ലാം ഒന്നു ചേർന്ന് സൗഹാർദ്ദത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുന്ന സമയത്ത് അതിനിടയിൽ കേൾക്കുന്ന ഇത്തരം അപശബ്ദങ്ങളെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളാൻ എല്ലാവരും ശ്രമിക്കണം എന്നതാണ്. ഇവർ ഒറ്റപ്പെടണം സമൂഹത്തിൽ. മനുഷ്യർ വേദനിച്ച് നിൽക്കുമ്പോൾ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുന്ന സമയത്ത് ഇവരാകെ ഇവരുടെ ഫേസ്ബുക്ക് വാളുകൾ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയെ പരിഹസിക്കാനാണ്. ഇവരുടെ തിയറി തന്നെ ഉണ്ട്, ജനങ്ങൾക്ക് ചാരിറ്റി കൊടുക്കേണ്ടതില്ല. കാരണം എന്താ? ചാരിറ്റി കൊടുത്താൽ ജനങ്ങൾ മടിയന്മാരാകുമെന്നാണ്. ചാരിറ്റി കൊടുത്താൽ ജനങ്ങൾ മടിയന്മാരാകുമെന്നതാണ് ഇവർ. കാരണം ഈ പണം ചെലവഴിച്ചാൽ ഇതിന് പരലോകത്ത് നാളെ പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസമില്ലല്ലോ. പിന്നെ നല്ല വ്യക്തികൾ അതിലുണ്ട്, പക്ഷേ നല്ല വ്യക്തികളെയല്ല ഈ അപവാദം ഉന്നയിച്ച്, ഈ വികലവാദങ്ങൾ ഉന്നയിക്കുന്ന അപശബ്ദങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയും അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുകയും വേണമെന്ന ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് ഈ വാക്കുകൾ കുറിക്കുന്നത്.